മാന്യമായൊരു റിക്വസ്റ്റാ. അയ്യോ വേണ്ടേട്ടാ, ഏട്ടൻ എന്നോട് അപേക്ഷിക്കൊന്നും വേണ്ട. ഏട്ടനോ പത്മേജിക്കോ ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. വാശിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്വന്തം കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോകരുതെന്നൊരു വാശി. എന്റെ പൊന്നു മോളെ, വീട്ടിലൊരു വലിയ ഫംഗ്ഷൻ നടക്കുമ്പോ മോൾ ഇവിടെ എന്ത് ചെയ്യാ? അതെ, എതി സാറിനിടയ്ക്ക് ജീരക വെള്ളം വേണ്ടേ, ഞാനത് എടുത്തു വെക്കാൻ മറന്നുപോയി. ഓ, ഇതുകൂടെ അങ്ങ് ചെയ്തിട്ടേ നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോവാം. അല്ല, അവിടെ എന്തായി കാര്യങ്ങള്? അവിടെ എന്താവേ, ഈ വരുന്നവരെയും പോകുന്നവരുടെ മുമ്പിൽ ജാട കാണിക്കുന്നവര് ജാട കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ വലിയ വലിയ വീടുകളിൽ ഫംഗ്ഷൻ നടക്കുമ്പോഴേ അതല്ലേ മെയിൻ ഐറ്റം. ഇവിടെ ആരും കേൾക്കണ്ട, രാജേട്ടനെ ഉടലോട് സ്വർഗത്തിലേക്ക് വിട്ടുകളയും. അല്ല മോളെ, ഈ സൂര്യ സാർ അവിടെ പോയി? അല്ല, പതുപോലെ മോളെ ഇങ്ങോട്ട് നോക്ക്. പതുപോലെ സൂര്യ സാർ വെള്ളം ഒടിച്ചിട്ട് വരുമോ? ഏയ്, ഏട്ടൻ കുടിക്കില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഏട്ടനും ഞാനും തമ്മിലേ നല്ല സംസാരം നടന്നു. മുൻപത്തെ പോലെ അല്ല. ഏട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നങ്ങ് വാശി പിടിച്ചു. അവസാനം എന്തായി? ഏട്ടൻ മുട്ടുകുത്തി. എന്നിട്ട് എന്റെ തലയിൽ കൈവച്ചിട്ട് വാക്ക് പറഞ്ഞു, ഇന്നും കുടിക്കില്ല, ഇനി ഒരിക്കലും ഏട്ടൻ കുടിക്കില്ല എന്ന്. അപ്പം ഞാൻ എന്താ ഏട്ടനോട് പറഞ്ഞെന്നറിയോ? ഇത് അവസാനത്തെ അവസരമാണ്, ഇനി ഇങ്ങനെ ഒരു കാര്യം ഏട്ടൻ പറഞ്ഞാ ഞാൻ കേൾക്കില്ല എന്ന്. അറിയാലോ ഏട്ടനത് പാലിക്കുമെന്ന്. ഏട്ടൻ പാലിക്കുമല്ലേ അവളെ? ഏട്ടന്റെ അനിയത്തിയുടെ കല്യാണം നിശ്ചയല്ലേ? അഥവാ ഏട്ടൻ വാക്ക് പാലിച്ചില്ലെങ്കിൽ മോള് ഏട്ടന് ഒരു നോട്ടം നോക്കിയാൽ മതി. അപ്പോഴേ ഏട്ടന് കാര്യം മനസ്സിലാവുമല്ലോ. രാജേട്ടൻ എന്നെ ആക്കിയതാണല്ലേ? എന്തുപറ്റി? അത് പിന്നെ ഞാൻ അറിയാതെ സൂര്യ സാറിന് ഏട്ടൻ ഏട്ടൻ എന്ന് പറഞ്ഞു പോയില്ലേ. എന്തായിരുന്നാലും അത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഏട്ടാ. അതെ, എന്താ കാര്യം എന്നറിയോ? ഈ നേരം വരെ എന്നെ കൊണ്ട് ഏട്ടാ ഏട്ടാന്ന് വിളിപ്പിക്കായിരുന്നു. ആ, അങ്ങനെ പറ. അല്ല മോളെ, എന്നാ പിന്നെ സാറിനെ കൊണ്ട് വരാൻ നോക്ക്. ആ ശരി രാജേട്ടാ, ഞാനേ ഏട്ടനെ ചെന്ന് നോക്കട്ടെ. സാറിനെ ചെന്ന് നോക്കട്ടെ. എന്തിനാ മോളെ ഇനി മാറ്റി വിളിക്കുന്നേ? ഏട്ടൻ ഏട്ടൻ എന്ന് കേൾക്കാൻ തന്നെ എന്ത് രസമെന്നറിയോ? ആണോ? പിന്നല്ലാതെ അടിപൊളിയാണ്. എന്നാ ഞാൻ എന്റെ ഏട്ടനെ വിളിച്ചിട്ട് വരാം. ശരി മോളെ, പോയിട്ട് പോളെ. ഏട്ടാന്ന് വിളിക്കാൻ മറക്കല്ലേ. അയ്യോ പാവം, ഇങ്ങനെ ഒരു പാവം. നമുക്ക് നമ്മുടെ ജോലി തുടങ്ങാം. പത്മകത്തുണ്ട്. ആ ശരി, കേറിയിരിക്കൂ, കേറിയിരിക്കൂ. വരൂ പത്മ, ശേഖരമാമയ്ക്ക് എത്തിയിട്ടുണ്ട്. വരൂ. ഞാനിപ്പോ വരാം. ശരി. ശേഖരമാവ വരൂ. കണ്ടിട്ട് ഒരുപാട് നാളായല്ലേ? ഇടയ്ക്ക് ഇറങ്ങാന്നൊക്കെ പറയുന്നതല്ലാതെ ശേഖരമാമ ഇങ്ങോട്ട് ഇറങ്ങുന്നില്ലല്ലോ. പണ്ടത്തെ പോലൊന്നും അല്ലടോ, വയ്യ. യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുക. ഒരു ദിവസം കാര്യമായിട്ടൊന്ന് യാത്ര ചെയ്താല് അതിന്റെ പേര് 2-3 ദിവസം കിടക്കും. കുട്ടികളെല്ലാവരും ഉണ്ടല്ലോ അല്ലേ?
അവരെല്ലാരും അകത്തുണ്ട്. ഞാൻ വിളിക്കട്ടെ. എടുക്കില്ല. പത്മനാഭ, താൻ എന്താടോ ഇവരോട് സംസാരിക്കാത്ത? എനിക്ക് പിന്നെ അത്രയ്ക്ക് ഗ്യാപ്പൊന്നുമില്ല.